ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആ തല്ലിപ്പുള്ളി വില്ലേജർ ബ്രീഡർ പൊട്ടിച്ചളഞ്ഞ് നല്ല ഒരെണ്ണം പണിയണം. പിന്നെ ഞാൻ ഓൾറെഡി ആ വില്ലേജറിനെ കൊന്ന് എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇപ്പോൾ പുതിയ വില്ലേജേഴ്സിനെ കൊണ്ടുവരികയും ചെയ്യേണ്ടി വരും. ഞാൻ എന്തായാലും വെച്ച് നിട്ടാതെ ഈ വില്ലേജർ ബ്രീഡർ പൊട്ടിച്ചളയാൻ പോവാണ്. ഞാൻ റീപ്ലേ മോഡൊക്കെ സെറ്റ് ആക്കിയായിരുന്നു. സമയം കിട്ടിയപ്പോൾ അപ്പം തന്നെ എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി തൊട്ട് അങ്ങോട്ട് റീപ്ലേ മോഡൊക്കെ ഉണ്ടാവും. ഞാനിതിവിടെ ഈ ഒരു ഏരിയ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാം പൊട്ടിച്ചളഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു 3 ബെഡ് ഇവിടെ ഉണ്ട്. എവിടെ ബബിള്? ഇന്ന് നമുക്ക് അവനെ വീണ്ടും വേണം. വാട ബബിളെ, നമുക്ക് ഇന്ന് ആ പൊട്ടന്മാരെ വീണ്ടും കൊണ്ടുവരണം. ഓക്കെ, ഇനി ഞാനും ബബിളും കൂടി പോയിട്ട് ആ പൊട്ടന്മാരെ വീണ്ടും കൊണ്ടുവരാം. ആദ്യം ഞാനെന്ന് അക്കേഷ്യയിലെ വില്ലേജിലാണ് പോകുന്നത്. അവിടെ വില്ലേജർ ഇല്ലെങ്കിൽ ഞാൻ മറ്റേ നോർമൽ പ്ലെയിൻസ് വില്ലേജിലോട്ട് പോകും. ഞാൻ ഇവിടെ എത്തി. ഓക്കെ, ബബിളിനൂടെ പറക്കുക. ഇനി ഞാൻ പോയി 2 പൊട്ടന്മാരെ കണ്ടുപിടിക്കട്ടെ. ഇതിവിടെ അയൺബായിന്റെ അടുത്ത് ഒരുത്തനുണ്ട്. ഈ ഒരു വില്ലേജർ ഇവിടെ ഉണ്ട്. ഫാർമർ ഇവൻ ഓൾറെഡി. ഏക്ക് പ്രശ്നമിർക്ക് ഈ വില്ലേജിൽ ലാസ്റ്റ് പൊട്ടൻ ഇവനാണ്. അപ്പൊ ഞാൻ മറ്റേ വില്ലേജിലോട്ട് പോകേണ്ടി വരും. ആഹാ, ഞാനിവിടെ ഉള്ള പ്രപ്പോസലോ. ബബിളെ വാടാ, നമുക്ക് പോവാ. അയൺ ബൈക്ക് വരെ സെറ്റായി. ഓക്കെ, ഇനി ഞാനും ബബിളും കൂടി മറ്റേ വില്ലേജിലോട്ട് പോവാണ്. ഓക്കെ, ഇതാ വില്ലേജ് കാണുന്നുണ്ട്. രാവിലെ ആക്കി ഇനി ബബിളിനോട് കെട്ടിയിടാം. ഓക്കെ, 2 പേരെ കിട്ടി. പക്ഷേ ഈ പച്ചക്കോട്ടുകാരൻ ഇവിടെ വേണ്ട. പക്ഷെ അതിന് മുന്നേ അയൺബായി എവിടെയാ നോക്കണം. അയൺബായി ഇവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇവനെ കൊല്ല. ഇവനുണ്ട് ഇടങ്ങാറാണ്. അയ്യോ, എല്ലാത്തിനും അടി കിട്ടി. കുഴപ്പമില്ല, ഇവനെ മാത്രമായിട്ട് കൊല്ല. അയൺബായി ഇല്ലാത്ത പഠിച്ചാൽ അയൺബായിക്ക് അറിയുന്ന തോന്നുന്നു. അയൺബായി പുറകെ വരുന്നുണ്ട്. അവിടെ ഇതാരാ ഇതിനകത്തിരിക്കുന്നേ? ഓക്കെ, പുതിയ ഫ്രണ്ടിനെ കിട്ടി. ഇവൻ എന്ത് പേരിടണമെന്ന് നിങ്ങൾ കമന്റിലിട്ടോ. പിന്നെ ആരും മീനെക്കുട്ടി എന്ന് പറയരുത്. ഓക്കെ, 2 പൊട്ടന്മാരായിട്ടുണ്ട്. ആ സ്നോബോൾ കിട്ടാത്തതിൻ്റെ പാടെ ഇവൻ എൻ്റെ അടുത്തോട്ട് വരുന്നില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവൻ വേറെ സ്ഥലത്തോട്ട്. ഞാൻ ഇതിവിടെ പില്ലർ ഇത് കളിക്കുവാണ്. ഓക്കെ, സക്സസ്ഫുള്ളി അവന്മാരെ ബബിളിൻ്റെ മെത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോട്ടെ. ഞാൻ ബേസ് എത്തി. പക്ഷെ ബബിൾ അവന്മാരെയും കൊണ്ട് പറക്കുവാണ്. അല്ലേ നമ്മുടെ അടുത്ത കളി. ഞാനിപ്പോൾ വീണ്ടും അവന്മാരെ ബബിളിൻ്റെ മണ്ടയ്ക്ക് ഇട്ടിട്ട് ഈ ക്രോപ്പ് ഫാമിൻ്റെ ഉള്ളിലോട്ട് ഇടുകയാണ് കുറച്ച് നേരത്തേക്ക് സേഫ്റ്റിക്ക്. ഓക്കെ, സക്സസ്ഫുള്ളി എയർ ഡ്രോപ്പ്. എവിടെ പോയാലും പണി കിട്ടുവാണല്ലോ. ഓക്കെ, അത് മൊത്തം ഞാൻ റെഡിയാക്കി. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇതുണ്ടാക്കാൻ പോവാണ്, നമ്മുടെ ബ്രീഡർ.
ഓക്കെ, ഞാനത് ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് നേരം AFK നിൽക്കുമായിരുന്നു. വന്നിട്ട് പോയിട്ട് എഡിറ്റ് ചെയ്യുമായിരുന്നു. ഒരുത്തിനെയും കാണുന്നില്ലല്ലോ, ചത്തല്ല രണ്ടും കൂടി പോയിട്ട്. ഓക്കെ, വീണ്ടും എനിക്ക് പണി തന്നിട്ടുണ്ട്. ഏതോ സോംബി കയറി അടിച്ച് കൊന്നാണ് തോന്നുന്നത്. ഈ കോബിൾ സ്റ്റോൺ ആണ് എനിക്ക് പണി തന്നത്. ഈ കോബിൾ സ്റ്റോൺ ഞാൻ പൊട്ടിക്കാൻ മറന്നു. അതുകൊണ്ടാണ് സോംബി കയറി അവന്മാരെ അടിച്ച് കൊന്നത്. ഇവനാണ് അവന്മാരെ കൊന്നത്. എന്നിട്ട് ഇവൻ തന്നെ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നു. അവനെ തട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 വില്ലേജറിനെ വീണ്ടും നമ്മൾ അങ്ങനത്തെ വില്ലേജിൽ പോയി ഞാൻ എടുക്കണം. ബബിളെവിടെ? എനിക്ക് വയ്യ. ഒന്നില്ലെങ്കിൽ വില്ലേജേഴ്സ് പണി തരും, അല്ലെങ്കിൽ സോംബീസ് പണി തരും. മൊത്തത്തിൽ എനിക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും അങ്ങ് പോട്ടെ. ഓക്കെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ പാരറ്റ് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനൊരു പേര് നിങ്ങൾ പറയണേ. ഓക്കെ, 2 പേരെ കിട്ടി. ഇനിയിപ്പോൾ ഇവനെ ബബിളിൻ്റെ മണ്ടേ കയറ്റി കൊണ്ടുപോകണം. എനിക്ക് വയ്യ, മടുത്ത് ഞാൻ ഈ ഗെയിം. ഇത്തവണ പാരറ്റിനും എടുത്തിട്ടുണ്ട് ബേസിലോട്ട്. ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ. ഓക്കെ, ഞാൻ ഇവിടെ എത്തി. വില്ലേജർ താഴെ വീണറില്ല. ഈ ഹാർനസ് ഊരിപ്പോയി. എടാ, ലൈഫ് വന്ന് ബബിളിൻ്റെ ബബിളിനൊട്ട് ലൈഫിൽ. അയ്യോ, ഇത് വീണ്ടും ലൈഫ്. ഞാൻ ഇറങ്ങി ഓടട്ടെ, അല്ലെങ്കിൽ അവന്മാർ ബബിളിനെ അടിച്ചുകൊണ്ടിരിക്കുക. എന്നെ അടിക്കാൻ നോക്കുമ്പോൾ രാവിലെയായി. ഓക്കെ, അവന്മാർ ജോലി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല. എൻ്റെ അമ്മ ജസ്റ്റ് മിസ്. തത്തമ്മേൻ്റെ ലൈഫ് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ചത്തിട്ടില്ല എന്തായാലും. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് മൈൻക്രാഫ്റ്റ് ഡേയ്സ് കഴിഞ്ഞാൽ, ഒരു 3 മൈൻക്രാഫ്റ്റ് ഡേയ്സ് എങ്കിലും കഴിഞ്ഞാലേ ഇവന്മാർ ബ്രീഡാവാൻ തുടങ്ങുള്ളൂ. അടുത്ത വീഡിയോ ആകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വില്ലേജേഴ്സിനാക്കി വെക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റ, ബൈ ബൈ.